ഹായ് ഓൾ അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബി ടി കെ വ്ളോഗ്സ്. അപ്പോൾ അതേ സമയം ഇപ്പോൾ 6:45 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്നും കഴിച്ചൊക്കെ എണീറ്റുണ്ട് കിടക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഷിബിലി മോനിൽ തന്നെ അവനക്ക് ഉറക്കം വരുന്നില്ല കേട്ടോ. അവന് പള്ളിയിൽ വന്ന് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല പക്ഷികളുടെ സൗണ്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ 6:45 ആയപ്പോഴേക്കും പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എന്നാ വാ നമുക്ക് മുകളിലൊരു പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് മുകൾക്ക് കൊണ്ടതാണ് കേട്ടോ. എന്നാൽ പിന്നെ ഇന്നത്തെ വ്ളോഗ് ഡേ ഇൻ മൈ ലൈഫ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുത്തെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സർവത്തുങ്കായൻ്റെ വള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുന്നേ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ, ഇതിനെ ഇങ്ങനെ കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ശേഷമാണ് നമ്മൾ നനച്ചുപണിയൊക്കെ എടുത്തത്. അപ്പോൾ പിന്നെ ടൈം കിട്ടിയിട്ട് അത് മുഴുവനാക്കാം കേട്ടോ. അങ്ങനെ സർവത്തുങ്കായൻ്റെ വള്ളി പടർത്താൻ വേണ്ടിയിട്ട് കെട്ടി കൊടുക്കണം കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ പണി ചെയ്യുമ്പോൾ ഞങ്ങൾ പള്ളിക്ക് പെയിൻ്റ് അടിക്കാറുണ്ട് കേട്ടോ. അവരും തന്നെ നേരത്തെ എത്തിയിട്ട് പെയിൻ്റ് അടിക്കുകയാണ്. റംസാൻ്റെ മുമ്പേ തുടങ്ങിയതായിരുന്നു കേട്ടോ പള്ളി പെയിൻ്റ് അടിക്കൽ, പക്ഷേ തീർന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് ഒരു 7:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഈ പണി തീർന്നു കേട്ടോ. ഒക്കെ കെട്ടിക്കഴിഞ്ഞ് ഒക്കെ റെഡിയാക്കി, വള്ളികളൊക്കെ മുകൾക്കൊക്കെ എടുത്ത് വെച്ച് റെഡിയാക്കിയിട്ടാണ്. രാവിലെ തന്നെ ഇതിന് നിന്ന് എന്താണെന്ന് വെച്ചാൽ രാവിലെ ആകുമ്പോൾ വെയിലുണ്ടാവില്ല, പിന്നെ വൈകുന്നേരം ഒന്നും ഈ പണികളൊന്നും ചെയ്യാനും കൂടില്ല. കാരണം എന്താ വെച്ചാൽ അടുക്കളയിൽ പണി ഉണ്ടാവില്ല. നോമ്പാകുമ്പോൾ പിന്നെ അടുക്കളയിൽ രാവിലെ ഫ്രീ അല്ലേ. അപ്പോഴേക്കും ഇതേ നമ്മൾ ഫിനിമോൾ ഇപ്പോൾ എണീറ്റിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ ആ പണിയൊക്കെ കഴിഞ്ഞ് തീർന്നപ്പോഴാട്ടാ ഇവൾ എണീറ്റത്. അപ്പോഴേക്കും ഇതേ ഇന്നലെ സ്കൂളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നമ്മൾ ഷിബിലിമോൻ്റെ ഫ്രണ്ട്സ് ആളെത്തിയിട്ടോ. ഇവർ കൈക്കോട്ടൊക്കെ എടുത്ത് പോവാണ്. എന്താണെന്ന് വെച്ചാൽ ഇവരെ മീനിന് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാഞ്ഞുള്ള പൊരിക്കാനോട്ടോ ഇവർ പോകുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ ഇവർക്കും സമയം പോകണ്ടേ. അപ്പോൾ പിന്നെ അവരെന്താ വെച്ചാൽ ചെയ്യട്ടെ എന്ന് ഞാനും വെച്ചു. ഞാൻ എൻ്റെ പണി തുടങ്ങിയിട്ടാ. മുറ്റക്കൊന്ന് അടിച്ച് വാരാൻ വേണ്ടി ഇറങ്ങി. മുറ്റം അടിച്ച് വാരിന് ശേഷം പിന്നെ അകടിച്ച് തരാൻ വേണ്ടി കയറി. റംസാനായതുകൊണ്ട് തന്നെ ഇക്ക ലീവാണ് കേട്ടോ. ഞാൻ അകടിച്ച് വരുമ്പോഴേക്കും ഇക്കാൻ്റെ പണി ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം തെയ്യങ്ങൾക്കൊക്കെ നനച്ച് കൊടുക്കുകയാണ്. വേനൽക്കാലമല്ലേ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് നനച്ച് കൊടുക്കും കേട്ടോ, 4 ദിവസം കൂടുമ്പോഴൊക്കെ. ചെടികളൊക്കെ നേരാക്കി എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടോ ഈ നനച്ചുള്ള സമയത്ത്. പക്ഷേ അതിനൊന്നും ടൈം കിട്ടിയില്ല. അപ്പോൾ പിന്നെ ചെടിമക്കൊന്നും നിന്നില്ല കേട്ടോ. കുറേ ചെടികളുണ്ടായിരുന്നു, ഒക്കെ പോയതാണ് കേട്ടോ. മുറ്റം ഷീറ്റ് ഇട്ടതിന് ശേഷം ചെടികളൊന്നും ശരിക്കും വളരണില്ല കേട്ടോ, കാരണം വെയിൽ തട്ടാഞ്ഞിട്ട്. ഇക്ക മുറ്റം നനക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൊടി പാറണ്ടെന്ന് വെച്ചിട്ടാട്ടോ. എപ്പോഴായാലും ചെടി നനക്കുമ്പോൾ പിന്നെ കുറച്ച് മുറ്റത്ത് മെറ്റലൊക്കെ ഒന്ന് നനച്ചിടും കേട്ടോ. എങ്ങനെയായാലും പൊടി ഉണ്ടാവും, എന്നാലും ഇങ്ങനെ നനച്ചിടും കേട്ടോ. ഞാനാണെങ്കിൽ ഇന്ന് മുറ്റടിച്ച് വരികപ്പോൾ ഈ ചെറിയ തിണ്ട് കഴുകാൻ മറന്നിരുന്നു കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ കൂടെ ഇക്ക കഴുകുന്നുണ്ട്. അങ്ങനെ ഇക്ക മുറ്റും ചെടികളും തൈകളും ഒക്കെ നനച്ച് നല്ല ഉഷാറായിട്ടോ. അപ്പോഴേക്കും എൻ്റെ തുടക്കൽ അടുക്കള എത്തി. അതിന് ശേഷം പിന്നെ അലക്കാനുള്ളതൊക്കെ അലക്കിയതിന് ശേഷം പിന്നെ കുളിച്ചു കേട്ടോ. പിന്നെ വീണ്ടും കുറച്ച് ഖുർആനൊക്കെ എടുത്ത് ഓതി. അതിന് ശേഷം പിന്നെ ഒരു 3:30 ആയപ്പോഴാട്ടോ അടുക്കളയ്ക്ക് ഇറങ്ങുന്നത്. ആദ്യം തന്നെ ചോറിനുള്ള വെള്ളം അടുപ്പത്തിട്ടു കേട്ടോ. അതിന് ശേഷം കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൽ നിന്ന് 2 കഷ്ണം എടുത്തിട്ട് സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സമൂസയ്ക്കും കൂടിയുള്ള പൊട്ടാറ്റോ ഇതിൽ ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഏതായാലും ഇറച്ചി വേകുമ്പോൾ അതിൻ്റെ കൂടെ പിന്നെ ഈ പൊട്ടാറ്റോയും വന്നോളും എന്ന് വിചാരിച്ചു. ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ള ലെവലിൽ അങ്ങനെ ചെയ്താണ് കേട്ടോ. പിന്നെ ചിക്കനക്കുള്ള മസാലകളൊക്കെ അതിൽ തന്നെ ഇടാണ്. എന്നും ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഉള്ളിയൊക്കെ വഴറ്റിയിട്ടാണ് ഉണ്ടാക്കാറ്. ഇന്ന് ഞാൻ എല്ലാം ഒന്നിച്ചാണ്ടിട്ട് 2 വിസിലാണ്ട് അടുപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് അടുപ്പ് കത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ 2-3 ദിവസം അടുപ്പ് കത്തിച്ചിട്ട്, അതുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ എന്തുണ്ടാക്കുകയാണെങ്കിലും കുറച്ച് ഉണ്ടാക്കിയാൽ പോരാ. കറി ഇതാ കുറച്ചിട്ട് വെക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തറാവീൻ്റെ ശേഷമല്ല ചായയും കടിയും കുടിക്കുള്ളൂ. പിന്നെ ഒരു ചോറിൻ്റെ ഒരു ആവശ്യമൊന്നും അവിടെ വരുന്നില്ല. അപ്പോൾ പിന്നെ ആ ചായയും കടിയും മതിയല്ലോ. ഈ ചോറ് പിന്നെ അത്താഴത്തിനാണ് കേട്ടോ. ഞാൻ അടുക്കളയിൽ ഈ പണിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഷിബിലിമോൾക്ക് ഫിനിമോൾക്ക് കൂടിയുള്ള പണി ഇതായിരുന്നു കേട്ടോ. അവൾക്ക് മിഞ്ഞാന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സ്കൂൾക്ക് വീടുണ്ടാക്കി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അവർ 2 പേരും കൂടി അത് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അടുക്കളയ്ക്ക് കൊണ്ടുവന്ന് കാണിച്ച് തരുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അതിനുശേഷം പിന്നെ നമ്മളൊരു തട്ടിക്കൂട്ട് സമൂസയാണ് ഒപ്പിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്കിടെ പൊരിക്കറി ഉണ്ടാക്കാറുള്ളൂ എന്ന് ഞാൻ പറയാറില്ല. കാരണം ഷിബിലിമോനും ഇക്കും പള്ളിയിൽ പോവും.
അപ്പോൾ പിന്നെ ഞാനും ഫിനിമോളും അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റത്തെ ദിവസമായിട്ട് ഒരു പൊരിക്കടി ഉണ്ടാക്കിയത് ഉള്ളിവട. പിന്നെ ഇന്നലെയാണ് കേട്ടോ ഒന്ന് സമൂസ ഉണ്ടാക്കിയത്. ഇത് സമൂസൻ്റെ ഷീറ്റ് കൊണ്ടൊന്നല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, ഞാൻ ഒരു തട്ടിക്കൂട്ട് ഒപ്പിക്കുകയാണേ. ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ട് ഇക്ക വന്ന് ചോദിച്ചിട്ട് എന്നോട് ഷീറ്റ് കൊണ്ടുവരണമെന്ന് ചോദിച്ചിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞിട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷീറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാടുണ്ടാവില്ലേ, അപ്പോൾ പിന്നെ അത് മുഴുവനൊന്നും ഉണ്ടാക്കൂലേനു, അതുകൊണ്ടാണ്. അങ്ങനെ സമൂസയ്ക്കുള്ള ഉള്ളിയൊക്കെ ചോപ്പറിൽ തന്നെ കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഇഞ്ചി കഷ്ണവും പിന്നെ 2 വെളുത്തുള്ളിയും പിന്നെ കുറച്ച് വലിയ ജീരകമൊക്കെ ഇട്ടുകൊണ്ട് ആദ്യം തന്നെ അതൊന്ന് വഴറ്റാൻ വെച്ചോ. അത് അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കത് നമ്മൾ കറി റെഡി ആയിട്ടാണ് വിസിലടിച്ചു. പിന്നെ നമ്മുടെ ഷിബിലിമോന് പേരൊക്കെ പറിച്ചിരുന്നു കേട്ടോ മരത്തുമെന്ന്. അപ്പോൾ ആ കിട്ടിയ സന്തോഷം പറയട്ടെ എന്നോട്. അപ്പോൾ ഞാൻ പറയാം വൈകുന്നേരം നമുക്ക് മസാല അടിക്കാമെന്ന് പറഞ്ഞിട്ട് അത് പറയായിരുന്നു കേട്ടോ. അങ്ങനെ അതെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം ആദ്യം സമൂസയ്ക്കുള്ള പൊട്ടാറ്റോ മാറ്റിയെടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഉള്ള നല്ല കഷ്ണം നോക്കിയിട്ടുള്ള ചിക്കൻ പീസ് ഉണ്ടല്ലോ അതും കൊണ്ട് മാറ്റിയെടുത്തോ. ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്താ പറയുക, നല്ലോണം മസാല പൊട്ടാറ്റോ മുളകും ചിക്കൻ മുളകൊക്കെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇതിനാൻ ചിക്കൻ മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു ഇത്തിരി മല്ലിപ്പൊടിയും ഏലക്കായും പട്ടയും എല്ലാം എടുത്തിരുന്നു കേട്ടോ. പിന്നെ കറീൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഞാൻ മൂപ്പിച്ചെടുത്തിട്ടൊന്നുമില്ല കേട്ടോ ചെറിയ ഉള്ളി. ഞാനിങ്ങനെ എന്തുണ്ടാക്കുകയാണെങ്കിലും മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറ് കേട്ടോ. കാരണം എനിക്ക് ചെറിയ ഉള്ളിയിൽ മൂപ്പിച്ചെടുക്കുന്നതിനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നും ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചുമ്പോൾ കേട്ടോ. പിന്നെ കറീൻ്റെ മുകളിൽ കുറച്ച് ചപ്പിട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ കറി ഒന്ന് മാറ്റി വെച്ചിട്ടോ. അതിന് ശേഷം പൊട്ടാറ്റോ ഒരു ഗ്ലാസ് കൊണ്ട് ഉടച്ച് കൊടുക്കുകയാണ്. പിന്നെ പൊട്ടാറ്റോ ഉടച്ചെടുത്തിരുന്നില്ലേ അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും പിന്നെ പൊടിയും കൂടി ഒന്നും കൂടി ഒരു ഇത്തിരി ഇട്ട് കൊടുത്തു കേട്ടോ. കൂടെ ക്രഷ് ചെയ്തെടുത്ത ചിക്കനും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ദേ സമൂസയ്ക്കുള്ള സാധനം റെഡി ആയിട്ടാ. അതിന് ശേഷം പിന്നെ മാസ്റ്റർ ബാങ്ക് കൊടുത്തു. പിന്നെ ഞാൻ നിസ്കരിക്കാൻ പോയിട്ടാ. അതിന് ശേഷം ആണ് വീണ്ടും ഞാൻ അടുക്കളയിലേക്ക് വരുന്നത്. അപ്പോഴേക്കും ഇതേ ചോറ് തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദയും അതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടി ഇട്ടുകൊടുത്തു കേട്ടോ. എന്നിട്ട് അതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതിലോട്ട് തിളച്ച ഉപ്പിട്ട വെള്ളമാണ് കേട്ടോ കുറേശ്ശെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷമാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം പത്തിരി ബ്രഷിലാണ് കേട്ടോ പരത്തുന്നത്. എന്നിട്ട് പിന്നെ സമൂസൻ്റെ അച്ചിലിട്ടിട്ട് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ നിറച്ചതിൻ്റെ ശേഷം. അങ്ങനെ എൻ്റെ തട്ടിക്കൂട്ട് സമൂസ റെഡി ആയിട്ടോ. ഏതായാലും ഉണ്ടാക്കിയല്ലേ, അപ്പോൾ പിന്നെ അടുത്ത വീട്ടിലേക്ക് ഓരോന്ന് വീതം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അത്ര കൂടുതൽ ഉണ്ടാക്കുന്നത്. ഇവിടെ എന്തുണ്ടാക്കിയാലും അടുത്ത വീട്ടിലേക്ക് കൊടുക്കും കേട്ടോ. പിന്നെ അവർ എന്തുണ്ടാക്കിയാലും ഇവിടേക്കും തരും കേട്ടോ. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ അതെ നമ്മൾ സമൂസ പണി കഴിഞ്ഞു കേട്ടോ. അടുത്ത ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അത് പൊരിച്ചെടുക്കണമല്ലോ. അതിനായിട്ട് ഞാൻ അതിൻ്റെ ഇടയിലൂടെ തന്നെ ഞാൻ ചട്ടി വെച്ചിരുന്നു കേട്ടോ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്. ഇന്ന് പിന്നെ ഏതായാലും അടുപ്പ് പിടിപ്പിച്ചതല്ലേ ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഒക്കെ ഈ അടുപ്പത്ത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അടുപ്പ് ഏതായാലും നല്ലോണം ചൂടുള്ളതല്ലേ. അങ്ങനെ അത് ഓരോന്നായിട്ട് സമൂസ ഇടുകയാണ് കേട്ടോ. കുഴപ്പമില്ലാത്തതിന് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് മസാല പോരി ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എണ്ണ കൂടുതലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. എങ്ങനെ ആയാലും എണ്ണ ഇല്ലാണ്ട് ഇരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പൊരിക്കടിയല്ലേ. സമൂസ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വെള്ളം കലക്കുന്നുണ്ട് കേട്ടോ. അത് വേണ്ട അതിൻ്റെ ഇടയിലൂടെ ആവുക. ഇക്ക ഷിബിലിമോനൊക്കെ ഈ സമയം പള്ളിയിൽ ഫ്രൂട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. അങ്ങനെ അതെ നമ്മൾ സമൂസ റെഡിയായി. അത് കഴിഞ്ഞ് പിന്നെ ഫ്രൂട്ടും കട്ട് ചെയ്തിട്ട് അവിടുന്ന് ബത്തക്കായിരുന്നു. അതിന് ശേഷം കടി ഉണ്ടാക്കിയിട്ടോ. കടി ഇന്ന് ദോശ ആയിരുന്നു ഉണ്ടാക്കിയത്. അങ്ങനെ ഇതേ ദോശ ഉണ്ടാക്കലും കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയിലൂടെ പിന്നെ ചോറും ഊറ്റി വെച്ചു. കൗണ്ടർ ടോപ്പിലെ പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ അടുക്കള വൃത്തിയായി. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇത് ബാങ്ക് കൊടുത്തു കേട്ടോ. അങ്ങനെ ഇന്നും ഞാൻ നോമ്പ് തുറക്കും ഒറ്റക്കായിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇക്കും ഷിബിലിമോനും കൂടി പള്ളിയിലേക്ക് ഫ്രൂട്ട് കട്ട് ചെയ്യാനൊക്കെ വേണ്ടി പോയിരുന്നില്ല. അപ്പോൾ പിന്നെ അവളും പോയി. അവളും അവിടെ കൂടിയിട്ടാണ് പറക്കാൻ പള്ളിയിൽ ഷെഡിൽ വെച്ചിട്ടാണ് നോമ്പ് തുറക്കുക. അവൾ ആദ്യമായിട്ടാണ് കേട്ടോ അവിടേക്ക് പറക്കാൻ പോകുന്നത്. പിന്നെ എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവർ പള്ളിയിൽ നിന്ന് വന്നു. അതിന് ശേഷം ഇന്ന് പേരക്ക മസാല അടിച്ചു കേട്ടോ. അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റംസാൻ്റെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലാണ് കേട്ടോ.
ഫുള്ള് കണ്ടവരൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അങ്ങനെ അവർ വന്ന് എല്ലാവരും കൂടി കഴിക്കണം കേട്ടോ. ആദ്യം തന്നെ അവർ സമൂസ തിന്നെ നോക്കണം കേട്ടോ. സമൂസ എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് അവർ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.